നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലറാണി. ഒരു മാരേജിലുള്ള ടെറിബിൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതായത് ടേക്കിംഗ് ഈച്ച് അതർ ഫോർ ഗ്രാൻഡഡ്. വളരെ നിസ്സാരമായി മറ്റേ ആളെ കാണും. മറ്റേ ആളുകൾ എന്ത് ചെയ്തു തന്നാലും, ഇപ്പോൾ ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അവരവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും വളരെ നിസ്സാരമായിട്ട് അത് അവൾ ചെയ്യേണ്ടത് തന്നെ, അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടത് തന്നെ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അത് മറ്റേ ആൾക്കെന്ന് പറഞ്ഞാൽ ഒരു വാലിഡേഷൻ ഇല്ലാത്ത പോലെ തോന്നും, ഒരു അപ്രീസിയേഷൻ ഇല്ലാത്ത പോലെ തോന്നും, ഒരു നന്ദിയില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കാത്ത പോലെ തോന്നും. അത് വന്നിട്ട് നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങൾ അത് പിന്നീട് വളരെ വലിയ ഇഷ്യൂസിലേക്ക് പോകും. കാരണം ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടും അയാൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, വളരെ ഒട്ടും നന്ദിയില്ലാത്തവരായിരിക്കും. ഒരു നിസ്സാര കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മൾ വൈഫ് ഒരുപാട് പണിയെടുത്ത് നല്ല തളർന്ന് വന്നിട്ട് പോലും ഇപ്പോൾ ഹസ്ബൻഡും വൈഫ് രണ്ടുപേരും ഇപ്പോൾ ജോലി എടുക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, രണ്ടുപേരും ഒരുമിച്ച് ജോലി പോകുന്നു, ജോലിക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഭർത്താവ് എന്ത് ചെയ്യും, ബാഗ് അവിടെ ഇട്ടിട്ട് നേരെ സോഫ സെറ്റിൽ റിമോട്ടും വെച്ചുകൊണ്ടിരിക്കുക. ഭാര്യയാണെങ്കിൽ അതേപോലെ ജോലി കഴിഞ്ഞ് എന്തായാലും ഓഫീസിൽ ജോലി ഉണ്ടാവുമല്ലോ, ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു, ചടപടാ മറ്റേ ബെഡ്റൂമിൽ ഓടുന്നു, ഡ്രസ്സ് മാറ്റുന്നു, ബാഗ് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ഓടിപ്പോയി അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുക്കുന്നു. അപ്പൊ ഭർത്താവിനെന്താ, അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, അത് അവൾ ചെയ്യേണ്ടത് തന്നെ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ അവളുടെ ഒരു മനസ്സിലുണ്ടല്ലോ, അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ തന്നെ അവൾ അങ്ങനെ ചെയ്ത് കൊണ്ട് വരുമ്പോൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡോ നന്ദി പെട്ടെന്ന് ചായട്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ അത് തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ലോണം ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനിത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജ് എന്ന് പറയുന്ന ഒരു ഫോർ എവർ പ്രോമിസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ മുമ്പേ വരുന്ന ഡിവോഴ്സ് കേസുകളിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. തിരിച്ചും അതേപോലെ ഭർത്താവ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തരുകയാണെങ്കിൽ അതൊക്കെ അയാളുടെ കടമയാണ്, അയാൾ ചെയ്യേണ്ടതാണ്, അതൊക്കെ അത് ഞാൻ അർഹിക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ അവർ ചെയ്തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അവരുടെ ആ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഇമോഷൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക. നിസ്സാരവൽക്കരിക്കരുത്, ഒരു കാര്യത്തിനെയും നിസ്സാരവൽക്കരിക്കരുത്. ഇപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ അയാൾ ഭർത്താവല്ലേ, വരേണ്ട തന്നെ, എന്നെ വിളിക്കാൻ വരേണ്ട തന്നെ എന്ന് വിചാരിക്കരുത്. അതിനെയൊക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതായിരിക്കുക. പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഒരു ജീവിതം ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ. നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.